എന്തായാലും നമുക്ക് റോ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റേറ്റിംഗ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പ് നോക്കാം. എന്തായാലും എനിക്കറിയാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് അറിയാം. കാരണം അങ്കിൾ ഹൗഡിയൊക്കെ വന്നുകൊണ്ട് തന്നെ എന്തായാലും റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് നോക്കാം. തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ 1.610 മില്യൺ വ്യൂവർഷിപ്പ് ആയിരുന്നു ലഭിച്ചത്. എന്തായാലും ഇപ്രാവശ്യം കുറച്ച് കൂടിയിട്ടൊന്ന് 1.747 മില്യൺ, അതായത് ഏതാണ്ട് 100K സംതിങ് കൂടിയിട്ടുണ്ട് റേറ്റിംഗ്. എന്തായാലും അങ്കിൾ ഹൗഡി വന്നെയാണ് എല്ലാവരും വിചാരിച്ച് 2 മില്യണൊക്കെ പോകുമെന്ന്. എന്തായാലും ഇപ്പോൾ അങ്ങനെയൊന്നും പോകാറില്ല. കുറഞ്ഞത് 1.8, 1.7, 1.6 നിൽക്കത്തുള്ളൂ. ഒരുപക്ഷെ അങ്കിൾ ഹൗഡി വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും 2 മില്യൺ പോയേനെ വരുന്നു. ഇപ്പോൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടായിരിക്കാം 2 മില്യൺ പോകാതെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മണി ഇൻ ദ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. മണി ഇൻ ദ ബാങ്കിൻ്റെ പുതിയൊരു പോസ്റ്റർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ജയൂസെ കാണാൻ സാധിക്കും. വന്നിട്ട് ഈറ്റ് ഇൻ ദ ബാഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് ഇപ്രാവശ്യത്തെ മണി ഇൻ ദ ബാങ്ക് വിജയിക്കാൻ പോകുന്നത് ജയൂസെ ആണെന്ന്. കാരണം എല്ലാ തരത്തിലും ഒരു ടീസ് ജയൂസോ വിജയിക്കുമെന്നാണ്. കാരണം ആദ്യത്തെ പിക്ക് അദ്ദേഹം അതുപോലെ തന്നെ പലതരത്തിലും പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വിജയിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്ററിലൂടെ വന്നു. സോ പോസ്റ്ററിലൂടെ വന്നപ്പോൾ എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് ജയൂസെയാണ് വിജയിക്കാൻ പോകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കങ്ങനെ 100% ഒന്നും ഉറപ്പിക്കാൻ സാധിക്കത്തില്ല. എനിക്കൊന്ന് സെത്ത് റോളിൻസും ബെക്കി ലിഞ്ചും ഒരു മണി ഇൻ ദ ബാങ്കിൻ്റെ പോസ്റ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതായിട്ട്, അതായത് ഒരാളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. സോ അവർ രണ്ടുപേരും ആ ഒരു മണി ഇൻ ദ ബാങ്ക് വിജയിച്ചിട്ടില്ല, മറ്റാരോ ആണത് വിജയിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഉള്ള സംഭവങ്ങളാണ്. സോ അങ്ങനെ ജയൂസ വിജയിക്കുമെന്നൊന്നും നിങ്ങൾ പറയേണ്ട. എന്നാലും ഒരു പൊടി മേൽക്ക് ഉറപ്പായിട്ടും ജയൂസയ്ക്ക് തന്നെയാണ്. കാരണം ആ തരത്തിലുള്ള പുഷാണ് അത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിക്കാൾഡിസ് പറഞ്ഞൊരു കാര്യമാണ്. അത് നിക്കാൾഡിസിനോടൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു അത് ഇതൊരു റെസ്ലറായിട്ട് മാറാൻ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് WWE മാനേജ്മെൻറ്റ് എന്താണോ ഇഷ്ടം അത് എനിക്കും ഇഷ്ടമാണെന്ന്. അതായത് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യും, അതെനിക്കിഷ്ടമാണ്. റെസ്ലറായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഒരു പണിയും കൂടാതെ ആ ഒരു റോളും സ്വീകരിക്കും, എനിക്കെല്ലാം ഇഷ്ടമാണെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഈ ഒരു മാനേജർ റോളിൽ വേറെ ലെവൽ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ പോകട്ടെ. ഉറപ്പായിട്ടും അദ്ദേഹം ഫ്യൂച്ചറിൽ റെസ്ലറായി മാറുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് പോകും. അതിനുള്ള കാരണം നമുക്കറിയാം, അദ്ദേഹം 40 വയസ്സേ ഉള്ളൂ, ഇനി സമയം കിടപ്പുണ്ട്. പിന്നെ ഉറപ്പായിട്ടും മിക്കവാറും പലതരത്തിലുള്ള ഫ്യൂഡുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അദ്ദേഹം ഏത് റോളും ചെയ്യാൻ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. മാനേജറായിട്ട് മാത്രം ഇരിക്കാനല്ല, മാനേജർ ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് മാനേജർ റോൾ ചെയ്യാൻ ഇഷ്ടമാണ്, റെസ്ലർ റോൾ ചെയ്യാൻ ഇഷ്ടമാണ്, ഏത് തന്നാലും എനിക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. സോ ഭാവിയിൽ WWE ആണ് ഏത് റോൾ കൊടുക്കാനും ആൾക്കാർക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം അത്രത്തോളം പേയ്മെൻറ്റാണ് കിട്ടുന്നത്. എന്ത് ചെയ്താലും അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം അവിടെ ഉണ്ടായിരിക്കും. സോ ഉറപ്പായിട്ടും നമുക്ക് ഭാവിയിൽ ഉറപ്പായിട്ടും നിക്കാൾഡിസിനെ ഒരു റെസ്ലറായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും സ്മാക്ക് ഡൗണിൻ്റെ മാനേജറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റോയുടെ ജനറൽ മാനേജറായ ആഡം പീഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരിക്കണം. എന്തായാലും ആഡം പീഴ്സിൻ്റെ എന്താ പറയുക എക്സാൻഡിൽ അക്കൗണ്ട് ഇപ്പോൾ നമ്മുടെ അങ്കിൾ ഹൗഡി അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. എന്തായാലും ഇടയ്ക്ക് കുറച്ചായിട്ട് നമ്മുടെ അങ്കിൾ ഹൗഡിയുടെ കയ്യിലായിരുന്നു ആ ഒരു അക്കൗണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ആഡം പീഴ്സിൻ്റെ കയ്യിലേക്ക് അത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്കിൾ ഹൗഡിയുടെ കയ്യിൽ ആ ഒരു അക്കൗണ്ട് കിട്ടിയപ്പോൾ ഉള്ള ഇടത്തിലെ പിക്ചേഴ്സൊക്കെ. ഇത് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. അദ്ദേഹം ആഡം പീഴ്സ് ഒരു പോസ്റ്റ്മാൻ രീതിയിൽ ബട്ടർഫ്ലൈ ഫൺ ഹൗസ് വന്നിരുന്നു. സോ അതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സോ എന്തായാലും അങ്കിൾ ഹൗഡി പണി തുടങ്ങിക്കഴിഞ്ഞു. ജനറൽ മാനേജറിൻ്റെ അടുത്ത് തന്നെയാണ്, അത് റോയുടെ ജനറൽ മാനേജറിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യത്തെ പണി കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. സോ നേരത്തെ ഇങ്ങനെയായിരുന്നു. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. അങ്കിൾ ഹൗഡി ബാക്ക് ഓൺ ട്രാക്ക്. സോ ആ ഒരു സംഭവങ്ങളൊക്കെ വന്നു. അതായത് പഴയ നമ്മൾ മിസ് ചെയ്ത ആ ഒരു ഡാർക്ക് ക്യാരക്ടറും അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള പല സംഭവങ്ങളും, പേടിപ്പിക്കുന്ന പല സംഭവങ്ങളും. എന്തായാലും അത് കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയാണ്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, സോഷ്യൽ മീഡിയ വഴി അധികമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്, പേടിപ്പിക്കാനാണ് എന്തായാലും. സോ വേറെ ലെവൽ എന്ന് തന്നെ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ്ബർഗ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഗോൾഡ്ബർഗ് പറയുകയാണ് തൻ്റെ ഫൈനൽ മാച്ച് തനിക്ക് ചെയ്യണം WWE എന്ന് ഇപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇൻ്റർവ്യൂവിലാണെന്ന് ഈ ഒരു കാര്യം പറഞ്ഞത്. നേരത്തെ അദ്ദേഹം WWE കുറിച്ച് കുറച്ച് മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതിനൊക്കെ അദ്ദേഹം ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് ലാസ്റ്റ് മാച്ച് ചെയ്യണമെന്ന്. അതിൽ വിൻസ് ബിഗ്മാൻ അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനം കൊടുക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലൊരു ഫൈനൽ മാച്ച് തരാം അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് തരാമെന്ന്. പക്ഷേ അത് കൊടുക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം ഗോൾഡ്ബർഗ് റോമൻ റീഡ്സ് മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാച്ചിന് വളരെ മോശം അഭിപ്രായമായിരുന്നു. ഫാൻസിനൊന്നും ആ ഒരു മാച്ച് അധികം ഇഷ്ടപ്പെടില്ല. കാരണം നമുക്കറിയാം ഗോൾഡ്ബർഗിന് അധികം മൂവ്സൊന്നും ഇല്ല. സോ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്തും ആ ഒരു സമയത്ത് അത്ര ശരിയല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ മോശമായി പോയി ആ ഒരു മാച്ച്. പ്രത്യേകിച്ചും ഗോൾഡ്ബർഗിൻ്റെ അവസാനത്തെ കുറച്ച് മാച്ചൊക്കെ അത്ര മികച്ചതായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഉറപ്പായിട്ട് ഒരു ഫൈനൽ മാച്ച് കൊടുക്കുന്ന വിൻസ് ബിഗ്മാൻ പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ താല്പര്യമുണ്ടെന്നാണ് ഗോൾഡ്ബർഗ് പറയുന്നത്. സോ അദ്ദേഹത്തിന് ആ ഒരു അവസരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അദ്ദേഹം WWE കുറിച്ച് കുറേ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ചാൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ട്രിപ്പിൾ എച്ച് വിൻസ് ബിഗ്മാൻ്റെ കൂട്ടല്ല, അദ്ദേഹം ഉറപ്പായിട്ട് ഒരു ക്ഷമിക്കുന്ന വ്യക്തിയാണ്. സോ ഉറപ്പായിട്ടും ഗോൾഡ്ബർഗിൻ്റെ ഒരു മാച്ച് വേണം. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് ഗോൾഡ്ബർഗിൻ്റെ മാച്ച്. കുറേ പേർക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ച് നേരം കൊണ്ട് മാച്ച് തരും. ബ്രോക്ക് ലെസ്നറിൻ്റെയൊക്കെ മാച്ച്, ബാക്കി സെത്ത് റോളിൻസിൻ്റെ മാച്ചാണെങ്കിലും കെവിൻ ഓവൻസിൻ്റെ മാച്ചാണെങ്കിലും റോമൻ റീഡ്സിൻ്റെ മാച്ചാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഡിലേയും ലാഗും, കോഡ് റൂട്ട്സിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് ലാഗുകളാണ്. സോ
ഗോൾഡ്ബർഗ്, ബ്രോക്ക് ലെസ്നർ പോലത്തെയുള്ള അതായത് ഓൾഡായിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ് ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ചുള്ള മാച്ചുകൾ ചെയ്യുന്നത്, ഇത് ഫാസ്റ്റായിട്ടുള്ള മാച്ചുകൾ. സോ അവർ അതായത് ഗോൾഡ്ബർഗ് ഒന്നുകൂടെയൊക്കെ മാച്ച് ചെയ്താൽ കൊള്ളായിരുന്നു. ഇപ്പോഴത്തെ ഉള്ളവരൊക്കെ 1 മണിക്കൂറാണ് ഒരു മാച്ച് എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഒരു മാച്ച് 1 മണിക്കൂറൊക്കെ? മിഡ്സ് ബിഗ്മാൻ ഉള്ളപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. ട്രിപ്പിൾ എച്ച് വന്നാലുള്ള പ്രശ്നം അതാണ്, മാച്ചിൻ്റെ ലെങ്ത്തൊക്കെ ഭയങ്കരമായിട്ട് കൂടും. 1.5 മണിക്കൂറാണ്. അത് ആദ്യത്തെയൊക്കെ സമയത്ത് അതായത് തുടക്കമൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, കാണാനേ രസമില്ല. പക്ഷേ NXT-യിലൊക്കെ അദ്ദേഹം നല്ലോണം മാച്ച് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു WWE മെയിൻ ബ്രാൻഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ മാച്ച് ചെയ്യുന്ന രീതികളൊക്കെ അത്ര ശരിയായിട്ട് പോകുന്നില്ല. കുറച്ചുകൂടെ ഫാസ്റ്റാകണം മാച്ച്, ഇത്രയും ഹവർ അടിക്കരുത്. 1 മണിക്കൂറൊക്കെ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർടേക്കർ പറഞ്ഞൊരു കാര്യമാണ്. അതായത് അണ്ടർടേക്കർ പറയുകയാണ് കോഡ് റോഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോഡ് റോഡ്സ് അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് ഫേസ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇനിയും വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനേക്കാട്ടിൽ ബെറ്റർ ആയിരിക്കുമെന്ന് അണ്ടർടേക്കർ പറയുന്നുണ്ട്. പക്ഷേ അണ്ടർടേക്കർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് അണ്ടർടേക്കർ പറയുകയാണ്, എനിക്ക് തോന്നുന്നു കോഡ് റോഡ്സിൻ്റെ ഫേസ് ക്യാരക്ടറുകാരൻ്റെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേർഷൻ വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഹീൽ ക്യാരക്ടർ ആയിരിക്കും എന്നാണ് അണ്ടർടേക്കർ പറയുന്നത്. അതായത് ഒരു നല്ലൊരു ഹീൽ ക്യാരക്ടർ കോഡ് റോഡ്സിന് ഉള്ളിൽ എന്താ പറയുക ഉറയും കിടക്കുന്നുണ്ട്. സോ ആ ഒരു ഹീൽ ക്യാരക്ടർ അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നെ WWE ഏറ്റവും മികച്ച ഹീൽ ക്യാരക്ടർ ആയിരിക്കും അത് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം, കോഡ് റോഡ്സ് ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് പോകാനാണ്. നമുക്കറിയാം ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബി ഫേസ് കോഡ് റോഡ്സിന്. എന്തായാലും എനിക്ക് താല്പര്യം ഹീൽ ക്യാരക്ടറാണ്, കാരണം എനിക്കിത് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു. ഇപ്പം പിന്നെയും കുറച്ച് കുഴപ്പമില്ല. നേരത്തേക്ക് എന്തോ കരച്ചിലും പിടിച്ചിലും ഒട്ടും സഹിക്കാൻ വയ്യായിരുന്നു. ആ ഒരു ചാമ്പ്യൻഷിപ്പ് എങ്ങനെയെങ്കിലും കിട്ടണമായിരുന്നു. സോ അതിൻ്റെ കരച്ചിലും പിടിച്ചിലും സംഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു സീരിയൽ കാണുന്ന കൂട്ടുണ്ടായിരുന്നു. സോ കോഡ് റോഡ്സ് വാണ്ട്സ് ടു ബി എ ഹീൽ ക്യാരക്ടർ, പെട്ടെന്നാവട്ടെ എന്നാണ്. ഇത് കണ്ടടിച്ച് ബോറടിക്കുന്നത്, ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കൻ നൈറ്റ്മെയർ. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഈ ഒരു ബേബി ഫേസ് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വേറെ കുറേ പേർക്ക് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കുറേ ആളുകൾക്ക് ഇഷ്ടമാണ്. കാരണം ഹേറ്റേഴ്സിനെക്കാട്ടി കൂടുതലും ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എൻ്റെ ഒരു കുറേ പേർക്ക് കുറേ കാഴ്ചപ്പാടില്ല. സോ എനിക്ക് ആ ഒരു കാഴ്ചപ്പാടി എനിക്കിഷ്ടപ്പെട്ടില്ല. ബട്ട് വേറെ കുറേ പേർക്ക് ഈ ഒരു ക്യാരക്ടർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് 6 ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് 6 ഫാക്ഷൻ WWE റോയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, അവർ സ്മാക്ക് ഡൗണിലേക്ക് പോകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് എല്ലാ ബ്രാൻഡിലും അവരൊരു എന്താ പറയുക ഒരു സാന്നിധ്യം അറിയിക്കുന്നു പറഞ്ഞു കേൾക്കുന്നത്. കാരണം സ്മാക്ക് ഡൗണിൽ കുറേയധികം സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, അവരെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പോകും. പിന്നെ റോയിലുണ്ടാകും, ചിലപ്പോൾ NXT വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. NXT പോയില്ലെങ്കിലും ഉറപ്പായിട്ട് സ്മാക്ക് ഡൗൺ റോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായിട്ടും വൈറ്റ് 6 ഫ്രാക്ഷൻ മാറിപ്പോകും. കാരണം 5 മെമ്പേഴ്സാണുള്ളത്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസും സമയമൊക്കെ വേണം. സോ അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിൽ മാത്രം ഈ ഒരു ടൈപ്പ് ഓഫ് തിങ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. 2 ബ്രാൻഡിലും പോയാൽ നല്ലതായിരിക്കും. ഞാൻ കാണാൻ കാത്തിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയോ, നമ്മുടെ ബ്ലഡ് ലൈനും അതുപോലെ തന്നെ ഒരു വൈറ്റ് 6 ഫാക്ഷൻ നമ്മളൊരു ഏറ്റുമുട്ടലാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ ഏത് മാച്ചായിരിക്കും വൈറ്റ് 6 ഫാക്ഷൻ്റെ കാണാൻ സാധിക്കും? എന്തായാലും വൈറ്റ് 6 ഫാക്ഷൻ ഒറ്റയ്ക്കൊരു മാച്ച് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇവരൊരു എന്താ പറയുക മാച്ചൊക്കെ ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇൻട്രപ്ഷനും അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും കൂടുതൽ. മാച്ചൊക്കെ വളരെയധികം കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നെങ്കിൽ മാച്ചൊക്കെ കുറച്ച് ചെയ്തേ പറ്റത്തുള്ളൂ. കൂടുതൽ ഇങ്ങനെ പേടിപ്പിക്കുന്ന സംഭവങ്ങളും ഇൻട്രപ്ഷൻസും അതുപോലെ തന്നെ കുറേയധികം ഇങ്ങനത്തെ ഒരു അതായത് ഒരു ഗോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാക്ഷൻ ആയിരിക്കും ഇത്. അല്ലാതെ കൂളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക്, അത് ഫൈറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഉറപ്പായിട്ട് ഈ ഒരു ഫാക്ഷൻ വൈറ്റ് 6 ഫാക്ഷൻ ഉറപ്പായിട്ടും റോ, സ്മാക്ക് ഡൗൺ, ചിലപ്പോൾ NXT-യിലും പോയെന്ന് വരാം. സോ ആ രീതിയിൽ നിൽക്കുന്ന ഒരു ഫാക്ഷൻ ആയിരിക്കും.